ഇഡിയും CPM-ഉം തമ്മിൽ, BJP-യും CPM-ഉം തമ്മിൽ, അമിത്ഷായും പിണറായിയും തമ്മിൽ ഈ ടോമാഞ്ചെറി കളി നടത്തുകയാണ്. ആർക്ക് വേണ്ടിയാ? കണ്ടിരിക്കുന്ന പ്രേക്ഷകനോർക്കും അയ്യോ ടോമും ജെറിയും തമ്മിൽ ഭയങ്കര പോരാട്ടമാണ്, ഈ ടോം രക്ഷപ്പെടണേ അല്ലെങ്കിൽ ഒരു സൈഡിൽ ജെറി രക്ഷപ്പെടണേ എന്ന് ആഗ്രഹിക്കും. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ നോക്കൂ, 2150 കോടി രൂപ ഇത് എക്സ്റ്റേണൽ വായ്പയാണ്. 2150 കോടി എടുക്കുന്നു, അത് പൂർണ്ണമായും 2 വർഷം കൊണ്ട് ചെലവഴിക്കുന്നു. ആ എടുത്ത വായ്പ തിരിച്ചുമടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത പണം, ആ പണം ചെലവഴിച്ചു. ആ ചെലവഴിച്ചതിന്റെ കണക്ക് ഓരോ മാസവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി എടുത്തിട്ടുള്ള വായ്പയാണ്. ആ പണം ചെലവഴിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ വിഷയം കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചു കഴിഞ്ഞു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെലവഴിച്ചതിൽ ലാൻഡ് അക്വിസിഷന് പണം മുടക്കിയിട്ടുണ്ട് എന്നൊരു കടലാസ് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ED വേറെന്ത് ചെയ്തു വേറൊന്നും ചെയ്തില്ല എന്നുള്ളതല്ല, ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ഇനി എന്തെങ്കിലും കഥയുണ്ടോ? ഇത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി നിലനിൽക്കുന്ന കാര്യമാണോ? ഒരു തരത്തിലുള്ള കഥയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താണെന്ന് അതാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത്. EDക്ക് ഈ വിഷയത്തിൽ പിടിക്കാൻ പറ്റുമായിരുന്ന, ED എന്ന് പറയുന്ന പരുന്തിന് കൊത്താൻ പറ്റുമായിരുന്ന ഒരുപാട് എല്ലിൻ കഷണങ്ങൾ ഉണ്ടായിട്ടും അവർ വളരെ ഈസിയായി സർക്കാരിന് കോടതിയിൽ പോയാൽ വളരെ ഈസിയായി സർക്കാരിന് തടി തപ്പാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ തൂങ്ങി നോട്ടീസ് അയച്ചത് ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങളിതാ BJP-യുമായി വലിയ സ്റ്റണ്ടിലാണ് കേട്ടോ. BJP-യുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റ്, ഏത് ഫാസിസ്റ്റ് ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരായി ഞങ്ങളാണ് കേട്ടോ പോരാട്ടം നടത്തുന്നത് എന്ന് പറയുന്ന ഒരു ചക്കളത്തി പോരാട്ടം നടത്താനുള്ള അവസരം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങ് ടോം ആൻഡ് ജെറി കണ്ടിട്ടില്ലേ? ടോം ആൻഡ് ജെറിയിൽ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ എപ്പിസോഡിലും നമ്മൾ ഓർക്കും ടോം ഇപ്പോൾ ജെറിയെ പിടിക്കും, ഇവർ തമ്മിൽ വലിയ പോരാട്ടമാണ് എന്ന്. പക്ഷേ ബേസിക്കലി അവർ രണ്ടും നല്ല സുഹൃത്തുക്കളാണ്. അവസാനത്തെ ഈ ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കുമ്പോൾ ടോമും ജെറിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം അങ്ങ് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇഡിയും CPM-ഉം തമ്മിൽ, BJP-യും CPM-ഉം തമ്മിൽ, അമിത്ഷായും പിണറായിയും തമ്മിൽ ഈ ടോമാഞ്ചെറി കളി നടത്തുകയാണ്. ആർക്ക് വേണ്ടിയാ? കണ്ടിരിക്കുന്ന പ്രേക്ഷകനോർക്കും അയ്യോ ടോമും ജെറിയും തമ്മിൽ ഭയങ്കര പോരാട്ടമാണ്, ഈ ടോം രക്ഷപ്പെടണേ അല്ലെങ്കിൽ ഒരു സൈഡിൽ ജെറി രക്ഷപ്പെടണേ എന്ന് ആഗ്രഹിക്കും. ഇനി പ്രകാശ് മാസ്റ്ററിന് ചില ഉത്തരങ്ങൾ കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചു പോകും. ഇവർ പറയുന്നത് കിഫ്ബിയിലൂടെ 900 കോടി രൂപയുടെ അടിസ്ഥാന വികസനം നടത്തി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1 രൂപയുടെ നടത്തിയില്ല എന്നാണ് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത്. 90,000 എത്രയാണ്? 90,000. ആയിക്കോട്ടെ, ഓക്കെ, ആയിക്കോട്ടെ, സമ്മതിച്ചെന്നേ. 90,000 കോടി കിഫ്ബി. സമ്മതിച്ചു പ്രകാശൻ മാസ്റ്ററെ. 90,000 കോടിയിൽ നിങ്ങളുടെ കിഫ്ബി തന്നെ തരുന്ന കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം 1000 കോടിയുടെ നഷ്ടമാണ് കിഫ്ബി രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 1000 കോടിക്ക് അടുത്ത് 984 കോടി രൂപയുടെ നഷ്ടം. ഇനി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒന്നുമേ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. കിഫ്ബി ത്രൂ ഒന്നുമേ ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കിഫ്ബിയുടെ വരുമാനം എന്താണ് എന്ന് കിഫ്ബിയുടെ വെബ്സൈറ്റ് പറയുന്നുണ്ട്. ഒന്ന്, മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആൻഡ് പെട്രോളിയം സെസ്. അത് സ്വാഭാവികമായും പൊതു ബഡ്ജറ്റിലേക്ക് പോകേണ്ട പൈസയാണ്. ആ പൈസ എടുത്താണ് ഇവർ ഇത് തിരിച്ചടച്ചത്. നേരത്തെ അഭിലാഷടക്കം പറഞ്ഞല്ലോ, ഇത് തിരിച്ചടച്ചത് വലിയ മേന്മയായി നമുക്ക് കാണാൻ പറ്റില്ല. എവിടെ നിന്നാണ് തിരിച്ചടിച്ചത്? നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കിഫ്ബിയെ സ്വയം പര്യാപ്തയാക്കും, കിഫ്ബിയിൽ നിന്ന് പണം വരും, ആ പണം എടുത്ത് കിഫ്ബി എടുത്ത കടങ്ങൾ തിരിച്ചടയ്ക്കുന്ന ഗതി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ 900 കോടി രൂപ, 1000 കോടി രൂപയുടെ കടമുള്ള കിഫ്ബി എവിടെ നിന്നാ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുക? ഇനി കിഫ്ബിക്ക് സ്വയം പര്യാപ്തത, അവർ നടത്തിയ പ്രൊജക്ടുകളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഒന്ന്, മോട്ടോർ വെഹിക്കിൾ ടാക്സ്. അതായത് ഞാനും അഭിലാഷ് കഴിഞ്ഞ ദിവസമാണ് ഒരു കാർ മേടിച്ചതെന്ന് ഞാൻ കാണുകയുണ്ടായി. അഭിനന്ദനങ്ങൾ. അങ്ങ് ആ കാർ മേടിച്ചപ്പോഴുണ്ടല്ലോ കിഫ്ബിയിലേക്ക് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും പൊതു ബഡ്ജറ്റിലേക്ക് വരേണ്ടതാണ്. ഞാൻ മേടിക്കുമ്പോഴും അത് കൊടുക്കുന്നുണ്ട്. ആ പൊതു ബഡ്ജറ്റിൽ വരേണ്ട പണം കിഫ്ബിയിലൂടെ പൊതു ബഡ്ജറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. പൊതു ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കേണ്ട പദ്ധതികളെ കിഫ്ബിയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം അങ്ങ് പറഞ്ഞ നേരത്തെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് തന്നെ എടുക്കൂ. അത് വളരെ കാലമായിട്ടുള്ള അവിടുത്തെ ജനതയുടെ ആവശ്യമാണ്. അവിടെ ഒരു MLA ഉണ്ടായിട്ട് ഇതുവരെ അത് നടന്നിട്ടില്ല. പക്ഷേ അത് കിഫ്ബി ഇല്ലെങ്കിൽ എതുവഴിയാണ് പ്രഖ്യാപിക്കുക പൊതു ബഡ്ജറ്റിലൂടെയാണ്. അതിനുവേണ്ട പണം കണ്ടെത്തുന്നത് എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ടാക്സ്, ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ആൻഡ് അതർ ഫണ്ടിങ് മെത്തേഡ്സ്. ഇതാണ് കിഫ്ബിയുടെ വെബ്സൈറ്റ് പറയുന്നത്. ഈ പൈസ എല്ലാം അല്ലെങ്കിൽ തന്നെയും സർക്കാർ കണ്ടെത്തി നടത്തേണ്ട പ്രൊജക്ടുകളുടെ ഭാഗമാണ്. അതുകൊണ്ട് കിഫ്ബി എന്ന് പറയുന്നത് ഒരു നിഴൽ ചിത്രം മാത്രമാണ്. ആ നിഴൽ ചിത്രത്തെ എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളൊരു കിഫ്ബിയെ കൊണ്ടുവന്നേ, ആ കിഫ്ബിയിലൂടെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തേ എന്ന് പറഞ്ഞ് മേന്മ നടിക്കാൻ വേണ്ടിയാണ്. ആ വകയിലൂടെ ഇവരുടെ പഴയ സുഹൃത്തുക്കൾ SNC ലാബിൽ അടക്കമുള്ളവരെ കൊണ്ടുവന്ന് 1500 കോടി രൂപയുടെ പലിശ അവർക്ക് കൊടുത്തതിലെ തിരിമറിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു 10 സെക്കൻഡ്, പക്ഷേ 10 സെക്കൻഡ്. ഈ കിഫ്ബിയിലൂടെ ഇവർ നടത്തിയ പ്രൊജക്ടുകളുടെ കാര്യം പറഞ്ഞല്ലോ. സമാന സമയത്ത്
നടത്തിയ കേരളത്തിൽ നടന്ന വൻകിട പ്രൊജക്ടുകൾ രണ്ടെണ്ണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന് കൊച്ചി മെട്രോയ്ക്ക് നമ്മൾ പൈസ കണ്ടെത്തി, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളവും പൈസ കണ്ടെത്തി. KSW ആണ് കേട്ടോ കടം കൊടുത്തത്. 1.35% പലിശ. 2 വാട്ടർ മെട്രോ ഇവർ കൂടിയുള്ള പ്രൊജക്റ്റാണ്, അതിന് ADF ആണ് പണം കൊടുത്തത്. 1.25% പലിശ. നോക്കൂ, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ 10% പലിശക്കെടുത്ത് ഒരു സർക്കാരും ഒരു പദ്ധതിയും നടത്തിയിട്ടില്ല. അപ്പോൾ ഈ പലിശയുടെ ഗ്യാപ്പ്, ആ ഇൻട്രസ്റ്റ് ഗ്യാപ്പ് ലാവിനും ഇവരും തമ്മിലുള്ള കമ്മീഷൻ ബിസിനസ് ആണ്. ആ അഴിമതിയാണ് അന്വേഷിക്കേണ്ടത്. ശരി, ഉയർന്ന പലിശ എന്നുള്ളതാണ് നേരത്തെയും ഇപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.